ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം 2 ദിനവൃത്താന്തം 20-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ ഇങ്ങനെ പറയുന്നു: എൻ്റെ വാക്ക് കേൾപ്പീൻ, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. പ്രൈസ് ദ ലോർഡ്. ഇവിടെ പറയുന്നത് എൻ്റെ വാക്ക് കേൾപ്പീൻ. എന്താണ് വാക്ക്? നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. പിന്നീട് അത് പറയുന്നത് അവൻ്റെ പ്രവാചകന്മാരെയും വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും എന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. ഇത് നമ്മൾ അതിൻ്റെ ചരിത്ര പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ യെഹോശാഫാത്ത് രാജാവിനെതിരായിട്ട് അമ്മോന്യരും മോവാബ്യരും മെയൂന്യരിൽ ചിലരുമൊക്കെ യുദ്ധത്തിനായിട്ട് വന്നു യെഹോശാഫാത്ത് രാജാവിനെതിരായിട്ട്. അപ്പോൾ തനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ആകെപ്പാടെ അങ്കലാപ്പായിപ്പോയി. കാരണം ഏതു വിധത്തിൽ 2-3 രാജ്യങ്ങൾ, അയൽ രാജ്യങ്ങളാണ് അദ്ദേഹത്തോട് എതിരിടാൻ വരുന്നത്. അപ്പോൾ അതിന് തക്ക സൈന്യബലം എനിക്കുണ്ടോ? എനിക്കതിന് പ്രാപ്തിയുണ്ടോ? അവരുടെ ആക്രമണങ്ങളെ ചെറുത്ത് നിൽക്കാനായിട്ട്? ഇങ്ങനെയൊക്കെ ഒരു മനപ്രയാസം അല്ലെങ്കിൽ വലിയ ഒരു അങ്കലാപ്പ് യഹോശാഫാത്ത് രാജാവിനുണ്ടായി. ഉടനെ തന്നെ യഹോശാഫാത്ത് രാജാവ് ചെയ്തതെന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ വിളിച്ചു. അപ്പോൾ അതിലൊരു പ്രവാചകൻ വന്ന് പറയുന്നതാണ് നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിൽ വിശ്വസിക്കുക. അപ്പം ദൈവത്തിൽ വിശ്വസിക്കുക. കാരണം എൻ്റെ പക്കൽ ദൈവത്തിൽ നിന്ന് അരുളപ്പാടുണ്ട്. അപ്പോൾ യഹോവ ഇപ്രകാരം പറയുന്നു: അവനിൽ ആശ്രയിക്കുക, നിങ്ങൾ ഉറച്ചു നിൽക്കും, അപ്പോൾ നിങ്ങൾ കൃതാർത്ഥരാകും. അപ്പോൾ പിന്നീട് ഈ വാക്ക് കേട്ടപ്പോൾ യഹോശാഫാത്ത് രാജാവിന് ആശ്വാസമായി. ദൈവത്തിൻ്റെ പ്രവാചകനിൽ നിന്നുമാണ് ഇങ്ങനെ ആ ഒരു ആലോചന കേട്ടത്. അപ്പോൾ എന്താണ് അദ്ദേഹം ചെയ്തത്? അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധാലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുൻപിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. എന്താണ് അദ്ദേഹം ചെയ്തത്? ഉടനെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം തനിക്ക് ചെയ്ത നന്മകൾ, ഇസ്രായേലിന് വേണ്ടി ചെയ്ത നന്മകൾ, യഹൂദ രാജ്യത്തിന് വേണ്ടി ചെയ്ത നന്മകൾ, ഇതെല്ലാം ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാനായിട്ട് തുടങ്ങി. സ്വയം സ്തുതിക്കുക മാത്രമല്ല, അത് പാട്ടുകാർ അല്ലെങ്കിൽ സംഗീതക്കാരെ വിളിച്ചു, അവരെ നിയമിച്ചു. അങ്ങനെ അനേകം പേര് കൂടി വന്നിട്ട് അവരെല്ലാവരും കൂടി ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങി. ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബ്യരുടെയും സേയീർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതിൽ തന്നെ ഒരു ഭാഗം പറയുന്നുണ്ട്, യഹോശാഫാത്തിനോട് പറയുന്നുണ്ട്, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്, നിങ്ങൾ അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇതാണ് അവരോട് പറയുന്നത്. നാം ഈ വാക്യം പലപ്പോഴും ദാവീദിൻ്റെ ജീവിതത്തിലും കേട്ടിട്ടുണ്ട്. പലപ്പോഴും തൻ്റെ ശത്രുക്കൾ തനിക്കെതിരായി വന്നപ്പോൾ താൻ ദൈവസന്നിധിയിൽ തന്നെത്താനെ താഴ്ത്തി ദൈവത്തെ ആരാധിച്ച് പാടി സ്തുതിക്കുമ്പോൾ ദാവീദിനും ഇതേ മറുപടി തന്നെ ലഭിച്ചിട്ടുണ്ട്. നീ അവിടെ നിന്നാൽ മതി, നീ അതിൻ്റെ മുൻപിൽ കൂടി പോയാൽ മതി. അപ്പോൾ അതിന് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ദൈവത്തെ പാടി സ്തുതിക്കാനായിട്ട് ദാവീദും സംഗീതക്കാരെയും ആരാധനക്കാരെയും ഒക്കെ നിയമിച്ചിരുന്നു. അപ്പോൾ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ യഹോവയുടെ കാര്യം പറയുകയാണെങ്കിൽ, കർത്താവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ് അവൻ എന്ന് 22-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. അതായത് ഇസ്രായേൽ, തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം,
ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവരുടെ സഹായത്തിനായി ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ് ഇസ്രായേലിൻ്റെ ദൈവമെന്ന് പറയുന്നത്. എന്നാൽ ഈ ഇസ്രായേലിൻ്റെ ദൈവം തന്നെയാണ് ഇന്ന് നമ്മുടെയും ദൈവം. നാം ദൈവത്തെ അറിയാതിരുന്ന കാലമല്ല. ഇന്നിപ്പോൾ നാം കർത്താവിൽ വിശ്വസിച്ച് അവൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ച് ക്രിസ്തുവിൻ്റെ പടയാളികളായിട്ട് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്കും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും അവൻ മതിയായവനാണ്. നമ്മെ പോറ്റി പുലർത്തുവാൻ അവൻ ജാഗ്രതയോടെ ഇരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടേത് മാത്രമല്ല. നമ്മുടെ കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. കർത്താവ് വിഷയങ്ങളെല്ലാം തൻ്റെ മുൻപാകെ വെച്ചിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം കൂടെ നാം മനസ്സിലാക്കണം. പഴയ നിയമഭാഗം തന്നെയാണ്. കർത്താവ് സ്വർഗത്തിൽ നിന്നും നോക്കുന്നു. ആരെയാണ് നോക്കുന്നത്? തന്നിൽ ആരൊക്കെ ആശ്രയം വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അവൻ നോക്കി ഇരിക്കുകയാണ്. നാം കർത്താവിൽ ആശ്രയം വയ്ക്കുമ്പോൾ അവൻ നമ്മെ വിശ്വസ്തയോടെ നമ്മുടെ കാര്യങ്ങൾ നടത്തി തരും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അവങ്കിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ യുദ്ധം അവൻ്റേതാണ്. അവൻ നമ്മെ ജയാളികളാക്കി മാറ്റുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു. ഇത്രത്തോളം ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമേ, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വം അവിടത്തേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.